നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടതുപോലെ ബീസ്റ്റ് നമ്മളെ വിട്ടു പോവുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്, തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ വന്നതാണ്. ഓടിച്ച് കൊതി തീർന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തന്നെ തീരെ ഒരു പ്രതീക്ഷ തന്നെ ഇല്ലായിരുന്നു ഈ വണ്ടിയിൽ കയറാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ നമ്മൾ ദിവസമാഴ്ച ഒരു 9 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്ര പെട്ടെന്ന് ഈ വണ്ടി അങ്ങ് വിട്ടു കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ എന്നെ പോലെ കുറേ ആൾക്കാർ കാണും ഇതേപോലെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൂമെൻറ്റ്, അതായത് ഇന്ന് വൈകിട്ട് കൂടിയേ ഉള്ളൂ, ഈ ലാസ്റ്റ് മൂമെൻറ്റ് നമ്മൾ വി ആർ മേക്കിംഗ് ഇറ്റ് കൗണ്ട്. മച്ചമ്മ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ 24 മണിക്കൂർ നമ്മുടെ കണ്ണുകൾ ഒന്നെങ്കിൽ മൊബൈലോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ടാണ്, അല്ലേ? നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെഡ് ആയിക്കാണ് ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കിഡിലൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പരിചയപ്പെടുത്തി തരാം. ഇന്റലിജൻസ് നാവിഗേറ്റർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസസ് യൂസ് ടു പ്രൊട്ടക്ട് യുവർ ഐസ് വിത്ത് സീറോ പവർ ആന്റി ഗ്ലെയർ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഗ്ലാസസ് ആൻഡ് UV പ്രൊട്ടക്ഷൻ സ്പെക്സ് അവൈലബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ട്രെൻഡിയാണ്. കാര്യം ഒരു സ്ക്വയർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസസ് ആണ്. ഫോർ മാക്സിമം ഐ പ്രൊട്ടക്ഷൻ ദീസ് ഗ്ലാസസ് ആർ equipped with advanced CR39 lenses. സോ ഈ ഗ്ലാസസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ് ആൻഡ് ബ്ലോക്ക് ബ്ലൂ ലൈറ്റ്, reduces digital eye strain, eliminates glare, 100% UV protection, reduces headache and improves sleep pattern. പിന്നെ enables HD vision. നമ്മുടെ ഒരു ഹെവി ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കിഡിലൻ ഗ്ലാസ് ആണ് ഇവൻ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, ഹൈഡ്രോഫോബിക് ആണ്, അൾട്രാ ലൈറ്റ് വെയിറ്റ് ഫ്ലെക്സിബിൾ ഹിഞ്ചസ് ഉള്ള ഒരു കിഡിലൻ ഐറ്റം. പിന്നെ ഈ ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞാൽ അൾട്രാ സ്റ്റേഡി ആയിട്ടുള്ള TR90 ഫ്രെയിംസ് ആണ്. നമ്മുടെ ഓഡിയൻസിന് ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട്. നമ്മുടെ കൂപ്പൺ കോഡ് NIC15 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 15% ഓഫ്. പൊളിയല്ലേ? ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഒരു വണ്ടിയാണ് ഇന്ന് ഞാൻ വിൽക്കാൻ പോവാണ്. അപ്പോൾ ഈ വണ്ടി കയറിയിട്ടില്ലല്ലോ? കയറിയിട്ടില്ല. 5-10 മിനിറ്റ് എൻ്റെ കൂടെ ഈ വണ്ടിയിലൊന്ന് വരണം. എങ്ങനെയാ പോയാലോ? ഇത് എൻ്റെ കൂടെ യാത്ര ചെയ്തതിന് സന്തോഷമായിട്ട് കരുതിയാൽ മതി. ആ വണ്ടി കയറിയിട്ടുണ്ടോ? അവിടെ കയറിയിട്ടുണ്ട്. അവനെ ഇത്രയും വലിയ വണ്ടിയിലേക്ക് കയറാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതാണ്. ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. സന്തോഷം. ഇവനെ വിട്ടുകളയുന്നൊരു ബാഡ് ഡിസിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു
പോയത് പോയി, ഇനി ശോകമടിച്ച് റിഗ്രറ്റ് അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വാ, നമുക്ക് ഒരുമിച്ച് പോയി നമ്മുടെ പുതിയ വണ്ടി ഇറക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഒരു വണ്ടി വേണം. പക്ഷെ ഏത് വണ്ടി? സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് ജനതാ ഗ്യാരേജിലാണ്. അടുത്ത വണ്ടി ജനതാ ഗ്യാരേജിൽ നിന്നാണ് ഇറങ്ങുന്നത്. കാരണമുണ്ട്. നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച അല്ലേ? ഒരാഴ്ച വണ്ടി ഏതാതെ ഞാൻ ഡിസ്ക്ലോസ് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ ഇവന്റെ ഏൽപ്പിച്ചത്. എന്താണ് ജനതാ ഗ്യാരേജ്? പെർഫോമൻസ് ആൻഡ് ഓട്ടോമോട്ടീവ് എന്ന്, അതായത് ഒരു വണ്ടിയുടെ പെർഫോമൻസിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളും അതിന്റെ മോഡിഫിക്കേഷൻ, ആക്സസറീസ്, അതേപോലെ സൗന്ദര്യവൽക്കരിപ്പിക്കാനായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു വണ്ടിക്ക് നമ്മുടെ റോഡിൽ ലീഗലായിട്ട് സേഫായിട്ട് സന്തോഷത്തോടുകൂടി പോകാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെന്റിങ്, പെയിന്റിങ്, സെറാമിക്സ്, പിന്നെ കൂടെ പെർഫോമൻസ് പാർട്സ്, അതേപോലെ പെർഫോമൻസ് ട്യൂണിങ്, ഡെന്റിങ്, ഇതെല്ലാം വരുന്നുണ്ട്. ഡീറ്റെയിലിംഗ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. നമ്മുടെ വണ്ടിയുടെ കളർ വൈറ്റ് കളറാണ്. ഷോറൂമിൽ ഇറക്കി നേരെ ഇവന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. വിത്തിൻ 7 days നല്ല അടിപൊളി കളറായിട്ട് മാറ്റി ചെയ്തേക്കുന്നത് വെച്ചാൽ ഫുൾ ലീഗലായിട്ടാണ്. അതായത് ഇദ്ദേഹം വണ്ടിയായിട്ട് പോകുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. MVD RTO എവിടെയും പിടിക്കാൻ പോകില്ല. ജനതാ ഗ്യാരേജ് സിനിമ തീർച്ചയായിട്ടും സിനിമ തന്നെയാണ്. ഞാനൊരു ലാലേട്ടൻ്റെ ആരാധകനാണ്. അപ്പോൾ ഒരു ഗ്യാരേജ് ഇടണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ലാലേട്ടൻ ഏറ്റവും മാസ് കാണിച്ച ഗ്യാരേജിന്റെ പേര് തന്നെ സെലക്ട് ചെയ്തു തന്നുള്ളൂ. അപ്പൊ നമുക്ക് വണ്ടി റിവീലിങ്ങിലോട്ട് കടന്നല്ല. 2, 1 ഇത് നിയോൺ റഷ് എന്ന് പറഞ്ഞൊരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോയിന്റെ വണ്ടി വൈറ്റ് ആയിരുന്നു. പുറത്ത് സ്വിഫ്റ്റിന് ഇന്റർനാഷണൽ മോഡലായിട്ട് ഈ കളർ വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആ ഒരു കളർ കോഡ് ലഭ്യമല്ല. അതുകൊണ്ട് നമ്മൾ നിയോൺ റഷ് എന്ന് പറഞ്ഞൊരു സ്കീം സെലക്ട് ചെയ്ത് അതിനെ സ്കാൻ ചെയ്തിരിക്കുന്നതാണ് ഈ കളർ. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇത് വൈറ്റ് കളർ വണ്ടിയായിരുന്നു. മെയിനായിട്ട് ഇത് നമ്മൾ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഫുള്ള് സാൻഡ് ചെയ്ത് പെയിന്റ് ചെയ്തു. ഈ സ്ട്രിപ്പ് ചെയ്യുന്ന പറഞ്ഞല്ലേ, ഈ പാർട്സ് നിങ്ങളാണ് റിമൂവ് ചെയ്യുന്നത് അതോ? പാർട്സ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് ടെക്നീഷ്യൻ വന്ന്, നമ്മുടെ ഇൻഹൗസ് ടെക്നീഷ്യൻ ഉണ്ട്, പുറത്തുനിന്നുള്ള ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം പാർട്സ് എല്ലാം സ്ട്രിപ്പ് ചെയ്യും. കമ്പനി പെയിന്റ് ഒരു പെർഫെക്ഷൻ ഉറപ്പായിട്ടും കിട്ടും. അതായത് എല്ലാ മുക്കുമൂലയിലും സാധനം കയറും. രണ്ടാമത് അലോയ്സ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ഹൈപ്പർ ഷിഫ്റ്റ് തീമാണ് ചെയ്തിരിക്കുന്നത്. അതായത് നോർമൽ ലൈറ്റ് കണ്ടീഷനിൽ അത് ബ്ലാക്ക് ആയിരിക്കും. അതേപോലെ സൺലൈറ്റിൽ അല്ലെങ്കിൽ വെട്ടം കൂടുതലുള്ള സമയത്ത് അതിനകത്ത് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കാറ് ഫുള്ള് ഹൈപ്പർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ടയർ മാത്രം ചെയ്തിരിക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് എക്സ്പെൻസീവ് ആണ് സാധനം ചെയ്യുന്നത്? അല്ലല്ല, ഒട്ടും എക്സ്പെൻസീവ് അല്ല. 4-5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ആയിക്കോട്ടെ, 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ആയിക്കോട്ടെ, നമ്മളൊരു വണ്ടി എടുത്ത് ജീവിതകാലം മൊത്തം ആ കളർ വെച്ച് നമുക്ക് ഒരു ആ കളർ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് തന്നെ മാറും. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഇല്ലേ? അത്യാവശ്യം. കാരണം നമ്മൾ ഇന്നലെ ഷൂട്ടിനായിട്ടൊന്ന് പുറത്തിറക്കിയപ്പോൾ തന്നെ എല്ലാവരും നോക്കുകയാണ്. ഷിഫ്റ്റ് എല്ലായിടത്തും കാണും. പക്ഷേ ഈ ഒരു യൂണീക്ക് കളർ എന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ പെയിന്റ് ബൂത്ത്, സെക്ടർ 2. ഇത് ATS LGയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പെയിന്റ് ബൂത്ത് ആണ്. ഇതിന്റെ ഏറ്റവും എന്താണ് ഇതിന്റെ അകത്ത് ടെക്നോളജി എന്താണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി നോർമലായിട്ട് പെയിന്റ് അടിക്കുന്ന ഔട്ട്സൈഡിലാണ്. അപ്പോൾ ഔട്ട്സൈഡിൽ നമ്മൾ പെയിന്റ് അടിക്കാൻ നേരത്തെ 2 കാര്യങ്ങളുണ്ട്. ഡസ്റ്റ് അധികമായിട്ട് നമ്മളെ പെയിന്റിനകത്ത് വന്ന് വീഴും. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ എയർ സർക്കുലേഷൻ ഉള്ളതാണ്. ഇതിന്റെ അകത്തൂടെ നമ്മളിപ്പോ പെയിന്റ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെ പെയിന്റ് ഇതിനകത്ത് അബ്സോർബ് ചെയ്യും. ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കളർ ഉണ്ടോ? ഇതാണ് കളർ. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഓൺ അടിപൊളി പെർഫെക്ഷൻ, നല്ല കളർ പോപ്പിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജനതാ ഗ്യാരേജ് ഞാൻ 100% ഉറപ്പ് പറയാണ്. നല്ല സർവീസാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്ത് എൻക്വയറി വേണമെങ്കിലും അവർ ചോദിച്ചത് അബുവിനെ ചോദിച്ചാൽ അത് നിക് വ്ളോഗ്സിൻ്റെ കെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഡിസ്കൗണ്ട് തരും. പെയിൻറ്റ് വർക്കാണെങ്കിലും വണ്ടിയുടെ കളർ ചേഞ്ചിങ് ആണെങ്കിലും ഇൻ കേസ് നിങ്ങൾ ഓടിച്ച കളർ വെള്ളം മാറ്റിയിട്ട് ഇതേപോലെ കിടന്ന സാധനമാണെങ്കിലും ഏത് ചാർട്ടിലുള്ള ഏത് കളറും അവൻ അടിച്ചു തരുന്നതായിരിക്കും. മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നേരെ വിളിച്ചങ്ങ് ചെക്ക് ചെയ്തേക്കാം. അപ്പോഴാണ് അതേ വേറൊരു ചങ്കൻ ഒരു സാധനം മിക്കവാറും എൻ്റെ ഫോട്ടോ ആയിരിക്കും. ഇത് ആര് വരച്ചെന്ന് പറഞ്ഞാൽ? അനിയൻ വന്നില്ലേ? പേരെന്താ അനിയൻ്റെ? സാരംഗ്. എന്താ മോനെ, ചെക്കൻ ഭയങ്കര ടാലന്റഡ് ആട്ടോ. താങ്ക് യു സോ മച്ച്. പറഞ്ഞേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, വണ്ടിയുടെ യഥാർത്ഥ കോലം, അതായത് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ കണ്ടീഷൻ നിങ്ങൾക്ക് കാണണ്ടേ? ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഡാഡി തന്നെയാണ് പോയി വാങ്ങിച്ചതും ഈ നമ്മുടെ ജനതാ ഗ്യാരേജിൽ കൊണ്ട് കൊടുത്തതും.
മച്ചമാരെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്റലിജൻസ് നാവിഗേറ്റർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കൂപ്പൺ കോഡ് NIC15 നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് 15% ഓഫ്. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ 1 or 2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്ത് നിക് വ്ലോഗ്സ്. ഒരെണ്ണം പോയാൽ വേറൊരെണ്ണം വരും.